നെക്സ്റ്റ് ഇസ് ബിൽട്ടപ്പ് ബീംസ് ഓർ പ്ലേറ്റഡ് ബീംസ്. അപ്പോൾ ഈ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം നമ്മൾ പഠിച്ചത് ബീംസിൻ്റെ സിമ്പിൾ ബീംസ് ആയിരുന്നു പഠിച്ചത്. ഓക്കെ, അതായത് ഒരു സിംഗിൾ റോൾഡ് സെക്ഷൻസ് ആയിരിക്കും യൂസ് ചെയ്യുക. അഗെയിൻ വെൻ വി ആർ യൂസിങ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് സെക്ഷൻസ്, അപ്പോൾ അങ്ങനെയുള്ള ബീംസിനെയാണ് ബിൽട്ടപ്പ് ബീംസ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ബീംസ് അല്ലെങ്കിൽ പ്ലേറ്റഡ് ബീംസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന കേസ് എന്ന് വെച്ചാൽ മൊമെൻറ്റ് വെൻ ദ മൊമെൻറ്റ് ഈസ് ലാർജ് ടു റെസിസ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് ബീമിൻ്റെ ഡെപ്ത്ത് ലിമിറ്റ് ചെയ്യേണ്ട കേസസ് വരുന്ന ഇങ്ങനെയുള്ള കേസസിലാണ് നമ്മൾ ബിൽട്ടപ്പ് ബീംസ് യൂസ് ചെയ്യുന്നത്. So when the moment to be resisted is large, available rolled sections may not be sufficient. In such cases, built-up beams are used. And built-up beams or compound beams are provided when available rolled beam sections do not have sufficient strength. ഇപ്പോൾ നമ്മളൊരു ഐ സെക്ഷൻസ് ചൂസ് ചെയ്യുന്നു, ആ ഒരു ഐ സെക്ഷന് സഫിഷ്യൻറ്റ് സ്ട്രെങ്ത്, മൊമെൻ്റ് എടുക്കാനുള്ള ബെൻഡിങ് മൊമെൻ്റ് എടുക്കാനുള്ള സഫിഷ്യൻറ്റ് സ്ട്രെങ്ത് ഇല്ലെങ്കിൽ, ഇൻ സച്ച് കേസസ് വി ആർ യൂസിങ് ബിൽട്ടപ്പ് ബീംസ്. ആൻഡ് അനദർ കേസസ് വെൻ ദ ഡെപ്ത് ഓഫ് ദി ബീം മേ ബി റെസ്ട്രിക്റ്റഡ്. നമുക്കറിയാം ഡെപ്ത് കൂട്ടിക്കഴിഞ്ഞാൽ സ്ട്രെങ്ത് ഇൻക്രീസ് ആകും, പക്ഷേ ഈ ഡെപ്ത് ലിമിറ്റ് ചെയ്യുന്ന കേസസ് ഉണ്ട്. ലൈക്ക് ഹെഡ് റൂം റിക്വയർമെൻറ്റ്സ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ, അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ വി കനോട്ട് പ്രൊവൈഡ് ഹയർ ഡെപ്ത് സെക്ഷൻസ്. അപ്പോൾ അങ്ങനെയുള്ള കേസിലാണ് ബിൽട്ടപ്പ് ബീംസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബിൽട്ടപ്പ് ബീംസ് എന്ന് വെച്ചാൽ 2 or more സെക്ഷൻസ് നമ്മൾ യൂസ് ചെയ്യും. സോ യൂഷ്വലി നമ്മളൊരു റോൾഡ് ഐ സെക്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെപ്ത്ത് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കേസിൽ ഇങ്ങനെ പ്ലേറ്റ്സ് പ്രൊവൈഡ് ചെയ്യും. കവർ പ്ലേറ്റ്സ് രണ്ട് സൈഡിലും പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ബീംസിനെയാണ് ബിൽട്ടപ്പ് ബീംസ് എന്ന് പറയുക. So the design of a built-up beam is a trial and error procedure. A suitable I section is chosen and then the remaining modulus of section required is provided by the plates. It is a combination of a I section and a plate. അപ്പോൾ I section ചൂസ് ചെയ്തിട്ട് നമുക്ക് ZP റിക്വയർഡ് വാല്യൂ ഉണ്ട്, പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസിൻ്റെ റിക്വയർഡ് വാല്യൂ ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഭാഗം I സെക്ഷൻ ആൻഡ് പ്രൊവൈഡ് ചെയ്യും, ബാക്കി ഉള്ളത് പ്ലേറ്റ്സ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. The plates are attached to the compression and tension flanges of the beam section. Okay, അപ്പോൾ ഇങ്ങനെയാണ് ബിൽട്ടപ്പ് ബീം സെക്ഷൻ. ഐ സെക്ഷൻ ഉണ്ടാകും. ഐ സെക്ഷൻ്റെ ഡെപ്ത്ത് ക്യാപിറ്റൽ ഡി ഡെപ്ത്ത്. ദെൻ പ്ലേറ്റ്സ് പ്രൊവൈഡ് ചെയ്യും. പ്ലേറ്റ്സ് കംപ്രഷൻ ഫ്ലാഞ്ചിലും ടെൻഷൻ ഫ്ലാഞ്ചിലും ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. പ്ലേറ്റിൻ്റെ തിക്നെസ് ആണ് TP. ഓക്കെ, ആൻഡ് ഇത് ഐ സെക്ഷൻ, ഇതിൻ്റെ ന്യൂട്രൽ ആക്സിസ്, ഐ സെക്ഷൻ്റെ ന്യൂട്രൽ ആക്സിസ്. ആൻഡ് ഈ രണ്ട് പ്ലേറ്റ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇതാണ്. ഓക്കെ, അതിപ്പോൾ നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് D ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. പ്രോബ്ലം ചെയ്യാൻ നേരത്ത് ഈ ഒരു സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത് വലിയ ഡിഫറൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ D ആയിട്ട് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ക്യാപിറ്റൽ D ആയിട്ട്. ഓക്കെ, ദെൻ ഈ ഒരു ന്യൂട്രൽ ആക്സിസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് D/2 and D/2. So നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഡിസൈൻ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് 10 meter effective span carrying a total load of 60 kN per meter. The depth of the beam should not exceed 500 meter. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തരും, ഡെപ്ത് ഓഫ് ദി ബീം ഷുഡ് നോട്ട് എക്സീഡ് 500 mm. അപ്പോൾ 500 mm എക്സീഡ് ചെയ്യരുത്. അപ്പോൾ അങ്ങനെ ഒരു ലിമിറ്റേഷൻ വെക്കുന്നുണ്ടെങ്കിൽ in such cases we have to go for built-up beams. The compression flange of the beam is laterally supported. അപ്പോൾ ഇത് laterally supportedൻ്റെ ഒരു കേസാണ്. അപ്പോൾ laterally supported beam ഡിസൈൻ ചെയ്യുന്ന പ്രൊസീജിയറിൽ വേണം ചെയ്യാനായിട്ട്. Assume stiff end bearing 75 mm. ഓക്കെ, അപ്പം ലോഡ് കാൽക്കുലേഷൻ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ലോഡ് കാൽക്കുലേഷൻ ആണ്. സെയിം സ്റ്റെപ്സ് ആണ് നമ്മൾ പ്രൊസീഡ് ചെയ്യേണ്ടത്, പക്ഷേ ചില ഡിഫറൻസസ് ഉണ്ട്. ഓക്കെ, കാരണം ബീമും പ്ലേറ്റും ഐ സെക്ഷനും പ്ലേറ്റ്സും രണ്ടും ഒരുമിച്ചാണ് ബിൽട്ടപ്പ് സെക്ഷനായിട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസസ്. സോ ലോഡ് കാൽക്കുലേഷൻ ആദ്യം എഴുതുക. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ടോട്ടൽ ഫാക്ടേർഡ് ലോഡ് എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ടോട്ടൽ ഫാക്ടേർഡ് ലോഡ് വാല്യൂ ആണ്. അപ്പോൾ ഇതിന് നമ്മൾ ഇനി 1.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല.
ഇവിടെ ഫാക്ടേർഡ് വാല്യൂ ആണ് തന്നിരിക്കുന്നത് ആൻഡ് ടോട്ടൽ ഫാക്ടേർഡ് ലോഡ് എന്നാണ് തന്നിരിക്കുന്നത്. ടോട്ടൽ ലോഡാണ്, ദാറ്റ് ഇൻക്ലൂഡ് സെൽഫ് വെയ്റ്റ്, ഡെഡ് ലോഡ്, ലൈവ് ലോഡ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യും. സോ W is equal to 60 kilonewton per meter. Then bending moment and shear force due to load. So maximum bending moment M is equal to WL square by 8. W is 60 into L square, L 10 meter span ആണ്, so 10 square by 8. And maximum shear force value is WL by 2. That is 60 into 10 by 2, 300 kilonewton. So M value, V value കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് 3 ടോട്ടൽ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് റിക്വയർഡ്. സോ അതിൻ്റെ ഇക്വേഷനും സെയിം തന്നെ, Z റിക്വയർഡ് ഇസ് ഈക്വൽ ടു M ഗാമ M0 by Fy, വേർ M is equal to 750 kilonewton meter. അപ്പോൾ അതിനെ ന്യൂട്ടൺ MM-ലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, ഡിവൈഡഡ് ബൈ 250 Newton per mm square. So that will give a value 3300 into 10 raised to 3 mm cube. Okay. Again, നെക്സ്റ്റ് നമ്മൾ സെക്ഷൻസ് പ്രൊവൈഡ് ചെയ്യണം. ഇപ്പോൾ സെക്ഷൻ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ZPZ വാല്യൂ 3300 ആണ്. ഓക്കെ, ആൻഡ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഡെപ്ത് ഇസ് റെസ്ട്രിക്റ്റഡ് ടു 500 mm. അങ്ങനെയാണെങ്കിൽ നമുക്ക് 450 വരെയുള്ള ഡെപ്തിൻ്റെ സെക്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു 450 ചൂസ് ചെയ്യുക. സോ ISMB 450 ഇവിടെ സെക്ഷൻ എടുത്തിരിക്കുന്നു. എന്നിട്ട് ഈ സെക്ഷൻ്റെ പ്രോപ്പർട്ടീസൊക്കെ എഴുതുക. ഓക്കെ, ഈ സെക്ഷൻ്റെ പ്രോപ്പർട്ടീസൊക്കെ എഴുതുക. ദറ്റ് ഈസ് ഫ്രം IS 800 2007 പേജ് 138. സോ ഇതിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാം ഡെപ്ത് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡെപ്ത് 450, വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് BF ഇസ് ഈക്വൽ ടു 150, തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് TF is equal to 17.4, thickness of web is equal to 9.4, RZ RY, then ZEZ, അതായത് ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് 1350.7 mm cube into 10 raised to 3 mm cube, and plastic section modulus is 1533.36 into 10 raised to 3 mm cube. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു I സെക്ഷന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് എന്ന് വെച്ചാൽ 1533 ആണ്. ആൻഡ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള വാല്യൂ 3300 ഇൻറ്റു 10 raised to 3 mm ക്യൂബ് ആണ്. ഓക്കെ, അപ്പോൾ റിക്വയർഡ് ആയിട്ടുള്ള വാല്യൂ ഇനിയും കൂടുതലാണ്. അതായത് 450 സെക്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് റിക്വയർഡ് വാല്യൂ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പ്ലേറ്റ്സും പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, സോ ZPZ റിക്വയർഡ് ഇസ് ഈക്വൽ ടു 3300 ഇൻറ്റു 10 raised to 3, ആൻഡ് ISMB സെക്ഷൻ്റെത് 1533. അപ്പോൾ the ZP value to be provided by the cover plates, രണ്ട് സൈഡിലും പ്രൊവൈഡ് ചെയ്യുന്ന കവർ പ്ലേറ്റ്സ് പ്രൊവൈഡ് ചെയ്യേണ്ട സെക്ഷൻ മോഡുലസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ, അതായത് 3300 ആണ് ടോട്ടൽ. ഇത് I സെക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ZPZ വാല്യൂ. ഓക്കെ, സോ അത് മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പ്ലേറ്റ്സ് പ്രൊവൈഡ് ചെയ്യേണ്ട ZPZ വാല്യൂ കിട്ടും. That is 1746.6 into 10 raised to 3 mm cube ആണ് പ്ലേറ്റ്സ് പ്രൊവൈഡ് ചെയ്യേണ്ട പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ്. സോ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസും ഇപ്പോൾ നമുക്ക് ഏരിയ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ പ്ലേറ്റ്സിൻ്റെ ഏരിയ, വിഡ്ത്തും തിക്നെസ്സും കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പ്ലേറ്റ്സിൻ്റെ AP is the area of the cover plate. രണ്ട് സൈഡിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കവർ പ്ലേറ്റിൻ്റെ ഏരിയ AP ആണെങ്കിൽ, അപ്പോൾ ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. ZP ഓഫ് പ്ലേറ്റിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് കിട്ടും. ഓക്കെ, ZP is equal to AP into depth. ഡെപ്ത് എന്ന് വെച്ചാൽ ഡെപ്ത് ബിറ്റ്വീൻ ദ, ഓക്കെ, ഈ ഡെപ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇതൊരു I സെക്ഷൻ ആണെങ്കിൽ I സെക്ഷൻ്റെ രണ്ട് എൻഡിലും നമ്മൾ പ്ലേറ്റ്സ് പ്രൊവൈഡ് ചെയ്യും. ഈ പ്ലേറ്റ്സിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് ആണ്, അതായത് ഈ ഒരു ഹൈറ്റ് ആണ് ക്യാപിറ്റൽ D, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, പക്ഷേ ഈ ഒരു കേസിൽ, ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ D എന്ന് വെച്ചാൽ ദറ്റ് ഈസ് ഇത് തന്നെയാണ്. ഓക്കെ,
അതായത് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്കിവിടെ തിക്നെസ് അറിയില്ല, അതുകൊണ്ട് വി ആർ അസ്യൂമിങ് ദാറ്റ് ഈ ഡി തന്നെയാണ് ഈ ഒരു വാല്യൂ. വലിയ ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് ഈ ഡി തന്നെയാണ് വാല്യൂ ആയിട്ട് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇസെഡ് പി ഈസ് ഈക്വൽ ടു എ പി ഡി ബൈ ഗാമ എം നോട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇസെഡ് പി പ്ലേറ്റിൻ്റെ ഇസെഡ് പി വാല്യൂ അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ഓവറോൾ ഡെപ്തും അറിയാം, ഓവറോൾ ഡെപ്ത് അല്ല സെക്ഷൻ്റെ ഡെപ്തും അറിയാം, ആൻഡ് ഗാമ എം നോട്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എ പി വാല്യൂ, അതായത് പ്ലേറ്റ്സിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇസെഡ് പി ഓഫ് പ്ലേറ്റ്സിൽ നിന്ന്, പ്ലേറ്റ്സിൻ്റെ ഇസെഡ് പി വാല്യൂയിൽ നിന്ന് ഏരിയ ഓഫ് പ്ലേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് ഈ കിട്ടിയ ഇക്വേഷൻ എങ്ങനെ നമുക്ക് കിട്ടി എന്നാണ് ഈ ഒരു സെക്ഷൻ പറയുന്നത്. അപ്പം നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ഡെറിവേഷൻ പോലെ ഇവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഇസെഡ് പി ഓഫ് പ്ലേറ്റ്സ് എ പി ഇൻറ്റു ഡി ബൈ ഗാമ എം നോട്ട് എന്ന് എഴുതി ചെയ്താലും മതി. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഇക്വേഷൻ വന്നത് എങ്ങനെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദറ്റ് ഈസ് ഇഫ് എ പി ഈസ് ദി ഏരിയ ഓഫ് ദി കവർ പ്ലേറ്റ് ഓൺ ഈച്ച് സൈഡ് ദെൻ ടെൻസൈൽ ആൻഡ് കംപ്രസീവ് ഫോഴ്സസ്. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ടെൻസൈൽ ആൻഡ് കംപ്രസീവ് ഫോഴ്സസ്. ഓക്കെ, ഇതാണ് ഈ സെക്ഷൻ. സോ ഇവിടെ ആക്ട് ചെയ്യുന്ന ഇവിടെയുള്ള കംപ്രഷൻ ആൻഡ് ടെൻസൈൽ ഫോഴ്സസ്, അതാണ് ഏരിയ ഇൻറ്റു സ്ട്രെസ്. ഓക്കെ, ഈ ഒരു പ്ലേറ്റിൻ്റെ ഏരിയ ഇൻറ്റു ആ പ്ലേറ്റിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്. സോ എ പി ഇൻറ്റു വൈ എന്ന് നമുക്ക് എഴുതാം, അതായത് ഇവിടെയുള്ള ഫോഴ്സ്. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു പ്ലേറ്റ്സ്, രണ്ട് പ്ലേറ്റ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് റഫ്ലി ഡി ആയിട്ട് തന്നെ അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്രോക്സിമേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ദ പ്ലാസ്റ്റിക് മൊമെൻറ്റ് റെസിസ്റ്റഡ്. ഓക്കെ, പ്ലാസ്റ്റിക് മൊമെൻറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇത് ഫോഴ്സ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ്. സോ എ പി എഫ് വൈ ഇൻറ്റു ഡി ആയിരിക്കും ഇവിടെയുള്ള പ്ലാസ്റ്റിക് മൊമെൻറ്റ്. ഓക്കെ, ആൻഡ് ഇസെഡ് പി വാല്യൂ, ഇസെഡ് പി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മൊമെൻറ്റ് ബൈ സ്ട്രെസ്. ഇസെഡ് പി ഇസ് ഈക്വൽ ടു എം ബൈ എഫ് വൈ. ഓക്കെ, ആൻഡ് അതിൻ്റെ കൂടെ നമ്മൾ ഇതൊരു ലിമിറ്റ് സ്റ്റേറ്റിലാണ് ചെയ്യുന്നത് കൊണ്ട് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറും കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. ദറ്റ് ഇസ് എം പി ബൈ എഫ് വൈ ഇൻറ്റു 1 ബൈ ഗാമ എം നോട്ട്. ഓക്കെ, സോ ഇവിടെ ഈ എം പി എന്ന് വെച്ചാൽ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ പി എഫ് വൈ ബൈ ഡി, എ പി എഫ് വൈ ഇൻറ്റു ഡി ബൈ എഫ് വൈ ഇൻറ്റു 1 ബൈ, അപ്പോൾ ഈ എഫ് വൈ ക്യാൻസൽ ആകും. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടുന്നത്, എ പി ഇൻറ്റു ഡി ബൈ ഗാമ എം നോട്ട് എന്ന്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഇസെഡ് പി നമുക്ക് ഓൾറെഡി അറിയാം എത്രയാണ് ഇസെഡ് പി വാല്യൂ. ഇസെഡ് പി എന്ന് വെച്ചാൽ ഇത് പ്ലേറ്റിൻ്റെ ഇസെഡ് പി വാല്യൂ ആണ്. ഓക്കെ, ആൻഡ് എ പി എന്ന് വെച്ചാൽ പ്ലേറ്റിൻ്റെ ഏരിയ. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് എ പി വാല്യൂ, അതായത് പ്ലേറ്റിൻ്റെ സെക്ഷണൽ ഏരിയ എത്രയാണെന്ന് കിട്ടും. ഓക്കെ, സോ അത് 4269.5 mm² എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിക്നെസ് ഇവിടെ ഒരു 20 പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, തിക്നെസ് 20 പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക? വിഡ്ത്ത് ഓഫ് ദി പ്ലേറ്റ്. സോ വിഡ്ത്ത് എത്രയായിരിക്കും? 4269 ഡിവൈഡഡ് ബൈ 20. ഓക്കെ, അതായത് ഏരിയ ഓഫ് പ്ലേറ്റ് എന്ന് വെച്ചാൽ വിഡ്ത്ത് ഇൻറ്റു തിക്നെസ്. ഓക്കെ, അപ്പോൾ ഇതിൽ തിക്നെസ് നമുക്കറിയാം, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 20 ആണ്. എ പി വാല്യൂ അറിയാമെങ്കിൽ വിഡ്ത്ത് എത്രയാണ് കിട്ടുക? വിഡ്ത്ത് ഓഫ് ദി പ്ലേറ്റ് 213 എന്ന് കിട്ടി. അത് റഫ്ലി 220 ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്തു. ഓക്കെ, സോ നമ്മൾ ഫൈനലി പ്രൊവൈഡ് ചെയ്ത പ്ലേറ്റ് എന്ന് വെച്ചാൽ 220 ഇൻറ്റു 20 mm പ്ലേറ്റ്സ് ഓൺ എയ്തർ സൈഡ്. അഗെയിൻ ഈ ഒരു ഫിഗർ വരയ്ക്കുക. അപ്പോൾ ഐ സെക്ഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ, പ്രോപ്പർട്ടീസ് ഒക്കെ തന്നിട്ടുണ്ട്. സോ അതിൻ്റെ ഡയമെൻഷൻസ് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഐ സെക്ഷൻ്റെ ഡെപ്താണിത്, അതായത് ഈ എക്സ്ട്രീം എൻ സി എന്നുള്ള ഡെപ്ത് ക്യാപിറ്റൽ ഡി 450. ദെൻ തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് ആൻഡ് വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് 150, തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് 17.4, തിക്നെസ് ഓഫ് വെബ് തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ന്യൂട്രൽ ആക്സിസ്. അഗെയിൻ ഈ ഒരു പ്ലേറ്റ് നമ്മൾ രണ്ട് എൻഡ്സിലും രണ്ട് ഫ്ലാഞ്ചസിലും പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് പ്ലേറ്റിൻ്റെ വിഡ്ത്ത് 220 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കും. ആൻഡ് പ്ലേറ്റിൻ്റെ തിക്നെസ് 20 mm. അഗെയിൻ ഈ പ്ലേറ്റ് തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. അപ്പോൾ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഇവിടെ ഈ ഒരു സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ന്യൂട്രൽ ആക്സിസ് തുടങ്ങി ഈ ഒരു
പ്ലേറ്റിൻ്റെ സെൻട്രോയിഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് DC എന്ന് എടുക്കാം. ഓക്കെ, ആൻഡ് ഈ ഒരു ടെൻഷൻ പ്ലേറ്റ്, ഓക്കെ, ടെൻഷൻ ഫ്ലാഞ്ചിൽ കണക്ട് ചെയ്ത പ്ലേറ്റിൽ നിന്നും ഈ ഒരു ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസിന്, സെൻട്രോയിഡൽ ഡിസ്റ്റൻസിന് DT എന്ന് എടുക്കാം. ഓക്കെ, ആൻഡ് വേറെ ഉള്ളത് ഡെപ്ത് ഓഫ് വെബ്. ഓക്കെ, ദാറ്റ് ഇസ് D. അതെങ്ങനെയാണ് കിട്ടുക? ഡെപ്ത് ഓഫ് വെബ് ഇസ് ഈക്വൽ ടു ടോട്ടൽ 450 ആണ്. 450 എന്ന് വെച്ചാൽ ഈ ഐ സെക്ഷൻ്റെ ഡെപ്താണ്. അപ്പോൾ ഐ സെക്ഷൻ്റെ ഡെപ്തിൽ നിന്ന് ഫ്ലാഞ്ചിൻ്റെ തിക്നെസ്സും അതുപോലെ തന്നെ ഈ റൂട്ടും മൈനസ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് D വാല്യൂ കിട്ടും. സോ 385.2 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ കമ്പയർഡ് ടു നമ്മൾ പ്രീവിയസ് പ്രോബ്ലംസിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് ഉള്ളതെന്ന് വെച്ചാൽ ZP വാല്യൂ എടുക്കുന്നതിലാണ്. ഓക്കെ, അപ്പോൾ ZP ഓഫ് ഐ സെക്ഷൻ പ്ലസ് പ്ലേറ്റ്സ് ആണ് ടോട്ടൽ ZP വാല്യൂ. അപ്പോൾ ഇതിൽ ZP ഓഫ് കവർ പ്ലേറ്റ്സ് അതിൻ്റെ ഇക്വേഷൻ ആണിത്, AP × D by gamma m0. ആൻഡ് ഈ ഒരു കേസിൽ നിന്ന് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിക്നെസ് പ്രൊവൈഡ് ചെയ്തിട്ട് വിഡ്ത്ത് കണ്ടുപിടിക്കാം. ഓക്കെ, ദെൻ ഫിഗർ വരയ്ക്കാം. ഇതാണ് 4th സ്റ്റെപ്പ്. അഗെയിൻ 5th സ്റ്റെപ്പ് എന്ന് വെച്ചാൽ സെക്ഷൻ നമ്മൾ നോർമലി ചെയ്യുന്ന സ്റ്റെപ്പ് തന്നെ, സെക്ഷൻ ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ സെക്ഷൻ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ സാധാരണ എങ്ങനെയാണോ ചെയ്യുന്നത്, ലാറ്ററലി സപ്പോർട്ടഡിലും ലാറ്ററലി അൺസപ്പോർട്ടഡിലും എങ്ങനെയാണോ ചെയ്യുന്നത് ആ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ. അതായത് B/TFും ചെയ്യണം, D/TW ചെയ്യണം. ഓക്കെ, അത് ഏത് ക്ലാസ്സിലാണെന്ന് ചെക്ക് ചെയ്യുക. സോ നമുക്ക് ഇവിടെ കിട്ടുന്നത് B/TF. B എന്ന് വെച്ചാൽ BF/2, ദറ്റ് ഈസ് 150/2 ഡിവൈഡഡ് ബൈ TF 17.4, 9.4 എന്ന് കിട്ടി. ആൻഡ് D/TW ഇസ് ഈക്വൽ ടു 385.2 ഡിവൈഡഡ് ബൈ 9.4, സോ 84 എപ്സിലോണിനേക്കാളും ലെസ് ആണ്. സോ ദ സെക്ഷൻ ഇസ് പ്ലാസ്റ്റിക്. അഗെയിൻ ഇത് ഷിയർ ബക്ലിങ്ങിന് സക്സെപ്റ്റബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. സോ ലെസ് ദാൻ 67 എപ്സിലോൺ ആണ്. ഓക്കെ, സോ അതാണ് 5th സ്റ്റെപ്പ്. അഗെയിൻ 6th സ്റ്റെപ്പ്, ചെക്ക് ഫോർ ഷിയർ. നമ്മുടെ നോർമൽ പ്രൊസീജിയർ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. ചെക്ക് ഫോർ ഷിയർ. സോ ഷിയറിൻ്റെ വാല്യൂ, ഷിയർ ഫോഴ്സിൻ്റെ മാക്സിമം ഷിയർ ഫോഴ്സ് 300 kN ആണ് വാല്യൂ. ആൻഡ് ഡിസൈൻ ഷിയർ ഫോഴ്സ് നോർമലി കാൽക്കുലേറ്റ് ചെയ്യുക. സെയിം പ്രൊസീജിയർ ഫ്രം ക്ലോസ് 8.4 പേജ് 59. സോ VD is equal to ഏരിയ. ഓക്കെ, ഏരിയ എന്ന് വെച്ചാൽ H × TW. H 450 TW, തിക്നെസ് ഓഫ് വെബ് 9.4. FYW 250 ആണ്. ആൻഡ് ഇത് √3 ഗാമ M0, ദറ്റ് ഈസ് 1.1. ഓക്കെ, അപ്പം നമുക്ക് കിട്ടുന്ന ഡിസൈൻ സ്ട്രെങ്ത് 555.04 kN, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 300. സോ VD ഗ്രേറ്റർ ദാൻ V ആയതുകൊണ്ട് ദിസ് സെക്ഷൻ ഇസ് സേഫ് ഇൻ ഷിയർ. ഓക്കെ, അപ്പം നമ്മൾ ആ ഐ സെക്ഷൻ മാത്രമാണ് ഇവിടെ എടുക്കുന്നത്, കൺസിഡർ ചെയ്യുന്നത്. സോ അത് സേഫ് ഇൻ ഷിയർ. ദെൻ ചെക്ക് ഫോർ ലോ ഷിയർ ഓർ ഹൈ ഷിയർ. സോ V ലെസ് ദാൻ 0.6 VD ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഓക്കെ 300 ഈസ് ലെസ് ദാൻ 333. അതുകൊണ്ട് ലോ ഷിയറിൻ്റെ കേസാണ്. ലോ ഷിയറിൻ്റെ കേസാണെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റ് ചെക്ക് ചെയ്യുന്ന ആസ് പെർ ക്ലോസ് 8.2.1.2 പേജ് 53. ഓക്കെ, അതായത് ഈ ഒരു ബേസിക് ഇക്വേഷൻ വെച്ചിട്ടാണ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിൽ βB എന്ന് വെച്ചാൽ 1 ആയിരിക്കും, പ്ലാസ്റ്റിക് സെക്ഷൻ ആയതുകൊണ്ട്. ഓക്കെ, ആൻഡ് ZP വാല്യൂ ഇവിടെ ടോട്ടൽ ZP ആണ് ZP എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ദാറ്റ് ഓഫ് ഐ സെക്ഷൻ ആൻഡ് പ്ലേറ്റ്സ്. ദെൻ FY is 250 and gamma m0 is equal to 1.1. അപ്പോൾ ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ZP ആണ്. ZP പ്രൊവൈഡഡ് ആണ്. ഓക്കെ, റിക്വയർഡ് അല്ല, പ്രൊവൈഡഡ്. സോ ZP ഓഫ് ഐ സെക്ഷൻ ആൻഡ് ZP ഓഫ് പ്ലേറ്റ്. ZP ഓഫ് ഐ സെക്ഷൻ്റെ വാല്യൂ 1533. അതായത് ആ സെക്ഷണൽ പ്രോപ്പർട്ടീസിൽ നിന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ZP ഓഫ് ഐ സെക്ഷൻ. ആൻഡ് ZP ഓഫ് പ്ലേറ്റ്സ്. ZP ഓഫ് പ്ലേറ്റ്, 2 പ്ലേറ്റ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ 2 പ്ലേറ്റ്സിൻ്റെ ZP വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു നോർമലി ഒരു റെക്റ്റാങ്കുലർ
ഒരു റെക്റ്റാങ്കിളിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ ചേഞ്ച് ചെയ്യാത്തൊരു റെക്റ്റാങ്കിളിൻ്റെ ഓക്കെ അതിൻ്റെ ഇസഡ് പി വാല്യൂ എന്ന് വെച്ചാൽ ബി എച്ച് ക്യൂബ് ബൈ 4 ആണ്. ഓക്കെ ഈ ഒരു കേസിൽ നമുക്കറിയാം ഇങ്ങനെയാണ് ക്രോസ് സെക്ഷൻ, അതായത് ഈ രണ്ട് പ്ലേറ്റ്സിൻ്റെയും ഇപ്പോൾ ഇവിടെ ഒരു ഐ സെക്ഷൻ ഉണ്ട്. ഓക്കെ സോ നമുക്ക് ഈ പ്ലേറ്റിൻ്റെ ഇസഡ് പി വാല്യൂ വേണമെങ്കിൽ ഓക്കെ അതിനുള്ള ഇക്വേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ഇക്വേഷൻ നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ അതിന് പകരം ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്? ഈ ഒരു സെക്ഷൻ്റെ എ പി ഓക്കെ ഏരിയ ഓഫ് പ്ലേറ്റ് ഇൻറ്റു ഇതിൻ്റെ ന്യൂട്രൽ ആക്സിസ്, ഈ കംപ്ലീറ്റ് സെക്ഷൻ്റെയും ന്യൂട്രൽ ആക്സിസ് നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം. സോ ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് ഡി സി. ഓക്കെ സോ എ പി ഇൻറ്റു ഡി സി പ്ലസ് അഗെയിൻ ഈ ബോട്ടത്തിലുള്ള പ്ലേറ്റ് ദറ്റ് ഈസ് അതിൻ്റെ ഏരിയയും എ പി ഇൻറ്റു ഈ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ഡി ടി. ഓക്കെ അപ്പോൾ ഇതാണ് ഇക്വേഷൻ. സോ ഇസഡ് പി ഓഫ് പ്ലേറ്റ്സ് ഇപ്പം ഇങ്ങനെ ഒരു സെക്ഷൻ ആണെങ്കിൽ ഇസഡ് പി ഓഫ് പ്ലേറ്റ് ഇസ് ഈക്വൽ ടു എ പി ഇൻറ്റു ഡി സി പ്ലസ് എ പി ഇൻറ്റു ഡി ടി. ഇതിൽ എ പി രണ്ടും സെയിം ആണ്. ഓക്കെ ആൻഡ് ഡി സി ആൻഡ് ഇസ് ഈക്വൽ ടു ഡി ടി. സിമെട്രിക് സെക്ഷൻ ആയതുകൊണ്ട് ഡി സി ഇസ് ഈക്വൽ ടു ഡി ടി. അങ്ങനെയാണെങ്കിൽ നമുക്കിതെങ്ങനെ എഴുതാം? 2 ഇൻറ്റു എ പി ഡി സി എന്ന് എഴുതാം അല്ലേ? 2 ഇൻറ്റു എ പി ഡി സി. എ പി ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് പ്ലേറ്റ് എന്ന് വെച്ചാൽ 220 ആണ് വിഡ്ത്ത്, തിക്നെസ് 20. സോ 220 ഇൻറ്റു 20. സോ 2 ഇൻറ്റു 220 ഇൻറ്റു 20 ആൻഡ് ഡി സി വാല്യൂ. ഓക്കെ ഡി സി വാല്യൂ നമുക്ക് എങ്ങനെയൊക്കെ കിട്ടുക? സോ ഡി സി എന്ന് വെച്ചാൽ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഒരു വാല്യൂ 450/2 ആയിരിക്കും. ഓക്കെ 450/2 ആൻഡ് ഈ ഒരു ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ടോട്ടൽ 20 ആണ്. സോ 20യുടെ ഹാഫ് 20/2. സോ 450/2 പ്ലസ് 20/2. ഓക്കെ അതാണ് ഡി സി. ഡി സിയും ഡി ടിയും സെയിം തന്നെയായിരിക്കും. സോ 450/2 പ്ലസ് 20/2 ആൻഡ് ഫൈനലി നമുക്ക് ഇസഡ് പി കിട്ടുന്നത് 206,8000 mm³ എന്ന് കിട്ടും. ഓക്കെ അപ്പോൾ ഇത് ഐ സെക്ഷൻ്റെ ഇസഡ് പി ആൻഡ് ഇത് പ്ലേറ്റിൻ്റെ ഇസഡ് പി വാല്യൂ. ഇത് പ്ലേറ്റിൻ്റെ വാല്യൂ ആണ്, രണ്ട് പ്ലേറ്റ്സിൻ്റെ. ഓക്കെ സോ ടോട്ടൽ ഇസഡ് പി പ്രൊവൈഡഡ് ഇസ് ഈക്വൽ ടു 3601.4 × 10⁻³ ഓക്കെ അപ്പോൾ ഈ ഒരു വാല്യൂ ആണ്, ഈ ടോട്ടൽ വാല്യൂ ആണ് നമ്മൾ മൊമെൻറ്റിൻ്റെ ഇക്വേഷനിൽ കൊടുക്കേണ്ടത്. ഓക്കെ സോ ഇവിടെ നിന്ന് നമുക്ക് എം കാൽക്കുലേറ്റ് ചെയ്യാം, ഡി കാൽക്കുലേറ്റ് ചെയ്യാം. ദറ്റ് ഈസ് ബീറ്റ ബി 1 ആണ്. ഇസഡ് പി ടോട്ടൽ ഇസഡ് പി വാല്യൂ ഓഫ് ദി എൻറ്റയർ ബിൽട്ടപ്പ് സെക്ഷൻ ഇസ് 6301.4 × 10⁻³ ഇൻറ്റു FY 250 ഡിവൈഡഡ് ബൈ ഗാമ എം നോട്ട് ഇസ് 1.1. നമുക്ക് കിട്ടുന്നത് 818 ആണ്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 750. ഹെൻസ് ദ സെക്ഷൻ ഇസ് സേഫ്. Again, MD should be less than, വേറൊരു കണ്ടീഷൻ ഉണ്ട് ഫോർ irreversible deformation. That is MD shall be less than 1.2 ZEFY by gamma M naught. ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ നോർമലി പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൊക്കെ ഈ ZE വാല്യൂ എന്ന് വെച്ചാൽ ദറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദ ഐ സെക്ഷൻ എലോൺ. കാരണം നമ്മൾ അവിടെ റോൾഡ് ഐ സെക്ഷൻ മാത്രമായിരുന്നു യൂസ് ചെയ്തിരുന്നത്. പക്ഷേ ഈ ഒരു കേസിൽ ഈ രണ്ട് പ്ലേറ്റ്സും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്ലേറ്റ്സ് ഈ എൻറ്റയർ ബിൽട്ടപ്പ് സെക്ഷൻ്റെ ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ആണ് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ അപ്പോൾ ഇതിലെന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇതിൻ്റെ ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസ്. സോ നമുക്കറിയാം ZE ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ഇസ് ഈക്വൽ ടു I/Y. ഓക്കെ I/Y ആണ് എടുക്കേണ്ടത്. ദറ്റ് ഈസ് IZ ബൈ ഈ ഒരു ആക്സിസിൻ്റെ അബൌട്ടായിട്ടാണ് എടുക്കേണ്ടത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. സോ Z ഈസ് ഈക്വൽ ടു IZ ബൈ Y ആൻഡ് ഇവിടെ IZ എന്ന് വെച്ചാൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി ഐ സെക്ഷൻ ആൻഡ് ദി പ്ലേറ്റ്സ്. ഓക്കെ ആൻഡ് Y എന്ന് വെച്ചാൽ ഈ എക്സ്ട്രീം എൻഡ് തുടങ്ങി. സോ Y ഈസ് ദി ഡിസ്റ്റൻസ് ഫ്രം ദി എക്സ്ട്രീം എൻഡ് ടു ദി സെൻട്രോയിഡൽ ആക്സിസ്. ഓക്കെ ന്യൂട്രൽ ആക്സിസ്. സോ ഇവിടെ നമുക്ക് ZE വാല്യൂ എങ്ങനെ എഴുതാം? Z ഈസ് ഈക്വൽ ടു I
ZZ by Fy. Okay, and IZZ is equal to IZZ of MB, ISMB 450, അതായത് I സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് പ്ലേറ്റ്സിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. I സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് ഡയറക്റ്റ് സെക്ഷണൽ പ്രോപ്പർട്ടീസിൽ തന്നിട്ടുണ്ട്. IZZ വാല്യൂ നമ്മൾ SP6 നിന്ന് എടുത്ത് എഴുതിയിരുന്നു. ഓക്കെ, അപ്പോൾ അത് എത്രയാണെന്ന് വെച്ചാൽ 30390.8 × 10⁻⁴ ആണ്. അഗെയിൻ നമുക്കിനി നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ പ്ലേറ്റ്സിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലേറ്റിൻ്റെ സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ Z1. ഓക്കെ, ഈ ഒരു ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ Z1 ആണെന്ന് എടുക്കുക. ഓക്കെ, ആൻഡ് ഇതാണ് നമുക്ക് ഇവിടെ ഇതാണ് ഈ ഒരു എൻറ്റയർ സെക്ഷൻ്റെ ന്യൂട്രൽ ആക്സിസ് ആണിത്. അപ്പോൾ ഈ ഒരു ന്യൂട്രൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള ഈ ഒരു സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള IZZ വാല്യൂ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ എങ്ങനെ എഴുതാം? പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യുക. സോ നമുക്ക് IZZ വാല്യൂ ആണ് വേണ്ടത്. ആൻഡ് Z1 ആണ് അറിയുന്നത്. ഓക്കെ, അതാണ് ഈ ഒരു പ്ലേറ്റിൽ കൂടെ പാസ് ചെയ്യുന്ന പ്ലേറ്റിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വാല്യൂ. സോ ആസ് പെർ പാരലൽ ആക്സിസ് തിയറം Z1 plus area of this plate into രണ്ടിൻ്റെയും സെൻട്രോയിഡൽ ഡിസ്റ്റൻസ്. ഓക്കെ, അതായത് ഈ ഒരു സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് DC. സോ DC സ്ക്വയർ. ഓക്കെ, അതായത് I is equal to I plus AH സ്ക്വയർ. ഓക്കെ, IZZ is equal to Z1 plus AH സ്ക്വയർ. അപ്പോൾ H എന്ന് വെച്ചാൽ ഈ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് വിച്ച് ഇസ് DC, ആൻഡ് A എന്ന് വെച്ചാൽ ഏരിയ ഓഫ് ദി പ്ലേറ്റ്. ഇവിടെ ഈ IZ1 വാല്യൂ വളരെ സ്മോളർ വാല്യൂ ആണ് വെൻ കമ്പയർഡ് ടു ദിസ്. ഓക്കെ, കാരണം ഇത് 20 mm പ്ലേറ്റ് ആണ്. ബാക്കി ഇതെന്ന് വെച്ചാൽ 450 ആണ്. സോ വി ക്യാൻ ഇഗ്നോർ ദിസ് വാല്യൂ. ഈ ഒരു വാല്യൂ നമുക്ക് ഇഗ്നോർ ചെയ്യാം ബിക്കോസ് ദറ്റ് ഇസ് ഒരു സ്മോളർ വാല്യൂ ആണ് ആൻഡ് ഹെൻസ് ഇറ്റ് ഇസ് ഇഗ്നോർഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഫൈനലി ഇത് 0 ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഫൈനലി ഇങ്ങനെയായിരിക്കും കിട്ടുക. ദിസ് ഇസ് ദ I സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആൻഡ് 2 × AP × DC സ്ക്വയർ. AP എന്ന് വെച്ചാൽ വിഡ്ത്ത് ഇൻറ്റു തിക്നെസ്. 220 ആണ് പ്ലേറ്റിൻ്റെ വിഡ്ത്ത്, തിക്നെസ് 20 mm. ഓക്കെ, സോ 220 × 2. ആൻഡ് DC എന്ന് പറയുമ്പോഴത്തേക്ക് നേരത്തെ നമ്മൾ ഇതേപോലെ 450/2 + 20/2. സോ അതിൻ്റെ സ്ക്വയർ ടേം എടുക്കാം. ഓക്കെ, സോ ഫൈനലി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് യു വിൽ ഗെറ്റ് 789.8 × 10⁻³ ഇതാണ് IZZ value of the entire section of built up beam. Okay, entire built up beam. Again, Y എന്ന് വെച്ചാൽ എക്സ്ട്രീം എൻഡിൽ നിന്ന് സെൻട്രോയിഡൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ്, ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ്, ദറ്റ് ഇസ് 225 എന്ന് വെച്ചാൽ 450/2. ഓക്കെ, 450/2 + 20 ആണ്, അതായത് 225 + 20 എന്ന് കിട്ടും, ദറ്റ് ഇസ് 245. സോ 245 ആണ് Y വാല്യൂ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ZE? Z ഈസ് ഈക്വൽ ടു IZZ/Y. ഓക്കെ, അതായത് 789.8 × 10⁻⁶ ഡിവൈഡഡ് ബൈ 245. ഓക്കെ, ഇതാണ് ZE വാല്യൂ. സോ ZE വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് കിട്ടുന്നത് 879 ആണ്. സോ ഹിയർ it can be proved, it can be shown here that MD is less than 1.2 ZEFY by gamma m0, hence safe. Next step, check for deflection. So as per table 6 il നമുക്ക് permissible value L/300 എന്ന് എഴുതാം. Okay, and 10 × L is span ആണ്, 10 × 10⁻³ mm divided by 300, 33.33 ആണ് കിട്ടുന്നത്. Again, maximum deflection value 5WL⁴/384 EI. സോ ഇവിടെ നമുക്ക് ഫാക്ടേർഡ് വാല്യൂ ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ W എന്ന് വെച്ചാൽ സർവീസ് വാല്യൂ, സർവീസ് ലോഡാണ് എഴുതേണ്ടത്. ഓക്കെ, സർവീസ് ലോഡ് അല്ലെങ്കിൽ വർക്കിംഗ് ലോഡ്. സോ വർക്കിംഗ് ലോഡ് വാല്യൂ കിട്ടണമെങ്കിൽ 60 ഡിവൈഡഡ് ബൈ 1.5 kN/m എന്ന് കിട്ടും. Okay, so 40 kN/m or 40 N/mm. അതിനെ Nm/mm കൺവേർട്ട് ചെയ്യുക ആൻഡ് ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ,
സോ ഈ ഒരു ഇക്വേഷനിൽ 5 ഇൻറ്റു ഡബ്ല്യു ഇസ് 40 ഇൻറ്റു ലെങ്ത് റേസ് ടു 4. സോ 10 ഇൻറ്റു 10 റേസ് ടു 3 റേസ് ടു 4 ഡിവൈഡഡ് ബൈ 384 ഇൻറ്റു ഇ എന്ന് വെച്ചാൽ യങ്സ് മോഡുലസ് 2 ഇൻറ്റു 10 റേസ് ടു 5 ഇൻറ്റു ഐ. ഇവിടെ ഈ ഐ വാല്യൂ എന്ന് വെച്ചാൽ ഐ സെക്ഷൻ്റെ ഐ വാല്യൂ അല്ല, എൻറ്റയർ ബിൽട്ടപ്പ് സെക്ഷൻ്റെ. ഓക്കെ, എൻറ്റയർ ബിൽട്ടപ്പ് സെക്ഷൻ്റെ ഐ ഇസഡ് ഇസഡ് വാല്യൂ ആണ്. അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു പ്രീവിയസ് സ്റ്റെപ്പിൽ 789.8 ഇൻറ്റു 10 റേസ് ടു 6. സോ ഈ ഒരു വാല്യൂ ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഐ ഇസഡ് ഇസഡ് ഓഫ് എൻറ്റയർ സെക്ഷൻ. സോ നമുക്ക് കിട്ടുന്നത് 32.9 വിച്ച് ഇസ് ലെസ് ദാൻ 33. ഓക്കെ, അതുകൊണ്ട് ഇറ്റ് ഇസ് സേഫ്. നെക്സ്റ്റ് ഇസ് ചെക്ക് ഫോർ വെബ് ക്രിപ്ലിംഗ്. സോ വെബ് ക്രിപ്ലിംഗ് ചെക്ക് ചെയ്യാനായിട്ട് FW is equal to B1 plus N2 TW FYW by gamma M0. ഓക്കെ, അപ്പോൾ ഇവിടെ B1 75 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. N2 is equal to 2.5 into TF plus R1. Root radius 15 and TF is 17.4. So value 81 എന്ന് കിട്ടും. So 75 plus 81 into 9.4, that is TW 9.4 ആണ്. And FYW 250 divided by 1.1 333 എന്ന് കിട്ടും, which is greater than 300, and hence this is safe in web crippling. Okay, so low shear ആയതുകൊണ്ട് web buckling ചെക്ക് ചെയ്യേണ്ട. So these are the steps. അപ്പോൾ ബിൽട്ടപ്പ് ബീമും സാധാരണ ഒരു സിമ്പിൾ ബീമും ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ ബിൽട്ടപ്പ് ബീമിൽ 2 പ്ലേറ്റ്സ് ഏതോ സൈഡിൽ പ്രൊവൈഡ് ചെയ്യും, ഫ്ലാഞ്ചസിൻ്റെ ഏതോ സൈഡിൽ പ്രൊവൈഡ് ചെയ്യും. അപ്പം ആ ഒരു ഡിഫറൻസ് മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ZPZ വാല്യൂ നമ്മൾ ഹോൾ സെക്ഷൻ്റെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ആൻഡ് IZZ, ഓക്കെ, ഇലാസ്റ്റിക് ZE വാല്യൂ ഹോൾ സെക്ഷൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ഒരു ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഡിഫറൻസ് നോട്ട് ചെയ്തിട്ട് ഇത് കമ്പയർ ചെയ്ത് പഠിക്കുന്നതായിരിക്കും എളുപ്പം. സോ ഇതൊരു സേഫ്, ഏതെങ്കിലും ചെക്ക് നോക്കുമ്പോൾ സേഫ് അല്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ നമുക്ക് ഇതിൻ്റെ ഇവിടെ ZP വാല്യൂവിൽ ചേഞ്ചസ് വരുത്താം. ഓക്കെ, ZP വാല്യൂ AP ഇൻറ്റു, സോ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ZP 1746 ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വാല്യൂയിൽ മാറ്റം വരുത്തിയാൽ, ZP വാല്യൂവിൽ മാറ്റം വരുത്തിയാലേ ടോട്ടൽ സെക്ഷൻ്റെ സ്ട്രെങ്ത് കൂട്ടാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ AP വാല്യൂ, ഏരിയ ഓഫ് പ്ലേറ്റ്സ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് പ്ലേറ്റിൻ്റെ വിഡ്ത്തോ അല്ലെങ്കിൽ